ക്ലബ് വേൾഡ് കപ്പിലെ ക്വാർട്ടർ പോരാട്ടങ്ങളിൽ ഏറ്റവും ഹൈ പ്രൊഫൈൽ ആയുള്ള ഒരു മത്സരം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്നത് ബയേൺ മ്യൂണിക്കും PSG തമ്മിലുള്ള പോരാട്ടം തന്നെയാണ്. അറ്റ്ലാന്റയിലെ മെഴ്സിഡസ് ബെൻസ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഈ ഒരു മത്സരം എല്ലാവരും ആവേശത്തോടെ കാത്തിരിക്കുന്ന ഒരു പോരാട്ടം തന്നെയാണ്. കാരണം രണ്ട് വമ്പന്മാർ ഏറ്റുമുട്ടുന്നു. നിലവിലെ യൂറോപ്യൻ ചാമ്പ്യന്മാരായ PSG-യും മുൻ യൂറോപ്യൻ ചാമ്പ്യന്മാരും 3 തവണ ക്ലബ് വേൾഡ് കപ്പ് സ്വന്തമാക്കിയ ബയേൺ മ്യൂണിക്കും കൊമ്പ് കോർക്കുന്നു എന്ന് പറയുമ്പോൾ എന്തായാലും ആവേശമുണ്ടാകുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ബയേൺ മ്യൂണിക് ആണെങ്കിൽ വളരെ ആധികാരികമായുള്ളൊരു വിജയമാണ് അവർ പ്രീ ക്വാർട്ടറിൽ നേടിയത്. നന്നായിട്ട് കളിക്കുന്ന ഫ്ലെമിംഗോയെ 4-2 തോൽപ്പിക്കാൻ ബയേണിന് സാധിച്ചിരുന്നു. PSG ആണെങ്കിൽ 4-0 ഇന്റർ മയാമി, മെസ്സിയുടെ മയാമിയെ 4-0 ഡെമോളിഷ് ചെയ്തത്. അപ്പം എന്തായാലും നല്ല കോൺഫിഡന്റ് നോട്ടോട് കൂടി തന്നെയാണ് രണ്ട് ടീമുകളും ക്വാർട്ടറിനായിട്ട് ഇറങ്ങാൻ പോകുന്നത്. പിന്നെ ബയേൺ മ്യൂണിക്കിന്റെ ഒരു റീസെന്റ് ഫോമും PSG-യുടെ ഒരു റീസെന്റ് ഫോമും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നേരിയൊരു മുൻതൂക്കം PSG-ക്ക് തന്നെയാണ്. കാരണം അത്രയ്ക്കും മികച്ച ഒരു നിരയാണ് ഇപ്പോൾ PSG. കാരണം അവർക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അല്ലെങ്കിൽ എല്ലാ പൊസിഷനിലും മികച്ച പ്ലെയേഴ്സ് ഉണ്ടെന്നുള്ളതാണ്. കാരണം അത്രയ്ക്കും കൺസിസ്റ്റൻസിയോടെ കളിക്കുന്ന ഒരു നിരയെ വാർത്തെടുക്കാൻ ലൂയിസ് എൻറിക്കയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു ഫ്രീ ഫ്ലോ അറ്റാക്ക് നടത്തുന്ന, മികച്ച രീതിയിൽ പ്രസ് ചെയ്യുന്ന, നല്ല ഏകോപനത്തോടെ കളിക്കുന്ന ഒരു പ്ലെയേഴ്സ്, യങ് സൈഡ്, അത് തന്നെയാണ് PSG-യുടെ ഒരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ്. ബയേണിനാണെങ്കിലും വമ്പൻ താരങ്ങളൊക്കെ ഉണ്ട്. ഹാരി കെയ്ൻ തകർപ്പൻ ഫോമിലാണ്. ഇപ്പം ഈ ടൂർണമെന്റിൽ തന്നെ ക്ലബ് വേൾഡ് കപ്പ് തന്നെ 4 മത്സരങ്ങളിൽ നിന്ന് 3 ഗോളുകൾ നേടിയിട്ടുണ്ട്. ജമാൽ മുസിയാല ഫുൾ ഫോമിൽ, അതായത് പരിക്കൊക്കെ മാറി അദ്ദേഹം കഴിഞ്ഞ മത്സരത്തിൽ സബ്ബായിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ ഈ മത്സരത്തിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം രണ്ട് നിരയിലും വളരെ മികച്ച രീതിയിലുള്ള പ്ലെയേഴ്സ് ഉണ്ട്. അപ്പം നല്ലൊരു ആവേശകരമായ പോരാട്ടം തന്നെയാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഇപ്പം ഈ ഒരു മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ ബയേൺ മ്യൂണിക്കിന്റെ സ്റ്റാർട്ടിംഗ് 11 സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഇപ്പൊ മുസിയാല എന്തായാലും സ്റ്റാർട്ടിംഗ് 11 തന്നെ കളിക്കും. കഴിഞ്ഞ മത്സരത്തിൽ സബ്ബായിട്ടാണ് അദ്ദേഹം ഇറങ്ങിയത്. അപ്പൊ ഈ ഒരു മത്സരത്തിൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറുടെ റോളിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കളിക്കാനാണ് സാധ്യത. മുന്നേറ്റ നിരയിൽ സ്ട്രൈക്കറായിട്ട് ഹാരി കെയ്ൻ ഉണ്ടാവും. പിന്നെ റൈറ്റ് വിങ്ങിൽ ഒലിസയും ലെഫ്റ്റ് വിങ്ങിൽ കിങ്സ്ലി കോമാനും ആയിരിക്കും. പിന്നെ ഡബിൾ പിവോട്ട് എന്നുള്ള രീതിയിൽ മിഡ്ഫീൽഡിൽ അവരുടെ എക്സ്പീരിയൻസ്ഡ് പ്ലെയേഴ്സായ കിമ്മിച്ചും പിന്നെ ഗൊററ്റ്സ്കി ആയിരിക്കും. ഡിഫൻസിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. കാരണം അൽഫോൺസോ ഡേവിസ് ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. പിന്നെ മറ്റ് പ്ലെയേഴ്സിൻ്റെയൊക്കെ ഇഷ്യൂസ് ഉണ്ട്. ഇപ്പോൾ കിമ്മിൻജെ ആണെങ്കിലും പൂർണ്ണ ശാരീരിക ക്ഷമത വീണ്ടെടുത്തിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മത്സരത്തിൽ ഇറങ്ങിയ ആ ഒരു നിര തന്നെ ഡിഫൻസിൽ ഇറങ്ങാനാണ് സാധ്യത. റൈറ്റ് ബാക്ക് ആയിട്ട് ലെയ്മറും ലെഫ്റ്റ് ബാക്ക് ആയിട്ട് സ്റ്റാനിസിച്ചുമായിരിക്കും. പിന്നെ 2 സെൻട്രൽ ഡിഫൻഡേഴ്സ് ആയിട്ട് ഒന്നുപ്പം മെക്കാനോയും പിന്നെ ജൊനാഥൻ ടായും ആയിരിക്കും. ഗോൾ കീപ്പർ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മാനുവൽ നോയർ തന്നെ. പിന്നെ PSG-യിലേക്ക് വരികയാണെങ്കിൽ PSG-യിൽ ഡെംബലെ സ്റ്റാർട്ടിംഗ് ലെവലിൽ കളിക്കാനാണ് സാധ്യത. കഴിഞ്ഞ മത്സരത്തിൽ ഡെംബലെ സെക്കൻഡ് ഹാഫിലാണ് ഇറങ്ങിയത്. അപ്പോൾ ഡെംബലെയും പരിക്ക് മാറി തിരിച്ചെത്തിയതായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു മത്സരത്തിൽ സ്റ്റാർട്ടിംഗ് ലെവലിൽ തന്നെ ഡെംബലെ ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്, സ്ട്രൈക്കറായിട്ട് അല്ലെങ്കിൽ സെൻറ്റർ ഫോർവേഡ് ആയിട്ട്. റൈറ്റിൽ മിക്കവാറും ഡെസിറെ ഡുവയും ലെഫ്റ്റിൽ ക്വിച്ചോയുമായിരിക്കും. ഇനിയിപ്പോൾ ഡുവ ഇല്ലെങ്കിൽ ബാർക്കോളെ ആയിരിക്കാം, അതിപ്പം നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, PSG-യെ സംബന്ധിച്ച് അവരുടെ ടീമിൽ വലിയ മാറ്റത്തിനൊന്നുള്ള സാധ്യതയില്ല. കാരണം അത്രയും നല്ല രീതിയിൽ കളിക്കുന്ന ഒരു ടീം തന്നെയാണ്. ഇപ്പം മിഡ്ഫീൽഡിൽ അവർ ഏറ്റവും നിർണായകമായ 3 താരങ്ങൾ, വിറ്റീനിയ, ജാവോ നെവസ്, പിന്നെ ഫാബിയാൻ റോയ്സ്. നെവസ് ആണെങ്കിൽ കഴിഞ്ഞ മത്സരത്തിൽ 2 ഗോളൊക്കെ നേടിയിരുന്നു. ഡിഫൻസിലാണെങ്കിലും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, അതായത് ഇപ്പം തുടർച്ചയായിട്ട് ഒരേ ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഡിഫൻസ് തന്നെയാണ്. മാർക്കിന്യോസിന്റെ നേതൃത്വത്തിലുള്ള ഡിഫൻസ്. ലെഫ്റ്റ് ബാക്ക് മെൻഡസിന്റെ ഒരു പെർഫോമൻസിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. റൈറ്റ് ബാക്ക് ആയിട്ട് ഹക്കീമി കഴിഞ്ഞ മത്സരത്തിലും ഗോൾ നേടിയിരുന്നു. പിന്നെ മാർക്കിന്യോസിനൊപ്പം സെൻട്രൽ ബാക്ക് പെയർ എന്നുള്ള രീതിയിൽ പാച്ചോയും ഉണ്ടാകും. പിന്നെ ഗോൾ കീപ്പർ ഡൊണാരുമയുടെ സാന്നിധ്യം വളരെ നിർണായകമായിരിക്കും. പ്രത്യേകിച്ച് ബിഗ് മത്സരങ്ങളിലൊക്കെ, മത്സരം എക്സ്ട്രാ ടൈം അല്ല, പെനൽറ്റി ഷൂട്ടൗട്ടിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഡൊണാരുമയുടെ ഒരു റോൾ വളരെ വലുതായിരിക്കും. അപ്പോൾ ഡൊണാരുമയും മാനുവൽ നോയറും തമ്മിലുള്ള ഒരു ഫേസ് ഓഫ് എന്നുള്ള ഒരു സവിശേഷത കൂടി ഈ ഒരു മത്സരത്തിനുണ്ട്. പിന്നെ പൊതുവെ ഹിസ്റ്ററി നോക്കുകയാണ്, ഇപ്പം റീസെന്റ് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ തന്നെ അവസാന 5 മത്സരങ്ങൾ 4ലും വിജയിച്ചത് ബയേൺ മ്യൂണിക്കാണ്. ഇപ്പം കഴിഞ്ഞ നവംബറിൽ ചാമ്പ്യൻസ് ലീഗിന്റെ ഗ്രൂപ്പ് സ്റ്റേജിൽ 1-0 ബയേൺ മ്യൂണിക് PSG-യെ പരാജയപ്പെടുത്തിയിരുന്നു. അവസാനമായി കളിച്ച 5 മത്സരങ്ങളിൽ 4ലും വിജയിച്ചത് ബയേൺ മ്യൂണിക്കാണ്. PSG ഒരൊറ്റ മത്സരം മാത്രമാണ് വിജയിച്ചത്. അവസാന 4 മത്സരങ്ങളിൽ ഒറ്റ ഗോൾ പോലും PSG-ക്ക് ബയേണിനെതിരെ നേടാൻ സാധിച്ചിട്ടില്ല. പക്ഷെ അതിനുശേഷമുള്ള PSG-യുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ വളരെ വലിയ രീതിയിലുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ തന്നെയായിരുന്നു. ഇപ്പം ഗ്രൂപ്പ് ഘട്ടത്തിന് ശേഷം ഒരു വിശ്വരൂപം പുറത്തെടുക്കുന്ന ലൂയിസ് എൻറിക്കയുടെ ഒരു ശിക്ഷണത്തിലൊരു ഡിഫറെൻറ്റ് PSG-യാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നീട് അവർ ചാമ്പ്യൻസ് ലീഗ് കിരീടമൊക്കെ നേടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഹിസ്റ്ററിയിൽ ഇനിയിപ്പോൾ നമുക്ക് അഭിരമിച്ച് നിൽക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം യാതൊരു സംശയമില്ലാത്തൊരു ഫാക്റ്റാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു ആവേശകരമായ പോരാട്ടം തന്നെയായിരിക്കും. പിന്നെ പോർച്ചുഗൽ താരങ്ങളെ സംബന്ധിച്ച്, അതായത്
4 പോർച്ചുഗൽ താരങ്ങൾ ഇപ്പം നിലവിൽ PSG സ്ക്വാഡിലുണ്ട്. ഗോൺസാലോ റാമോസ്, വിറ്റീനിയ, ജാവോ നെവസ്, ന്യൂനോ മെൻഡസ്. അപ്പം 4 പേർക്കും അല്പം ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവരുടെ പ്രിയ സുഹൃത്തായ ജോട്ടയുടെ വിയോഗം, അപ്രതീക്ഷിത വിയോഗം, അതൊരു വലിയ ഒരു ഇഷ്യൂ തന്നെയാണ്. അപ്പോൾ അത് അവരെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ആ ഒരു ട്രബിൾ സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ ഒരു ഡെവസ്റ്റേറ്റിംഗ് ആയുള്ള ഒരു സിറ്റുവേഷനിലാണ് അവർ ഒരു പ്രധാന ടൂർണമെൻറ്റിൽ, ഒരു പ്രധാന മത്സരത്തെ നേരിടാൻ പോകുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പൊതുവെ ഫുട്ബോൾ പ്രേമികളെല്ലാം വലിയ ഒരു നടുക്കത്തിലാണ്. അതിപ്പം ക്ലബ് സൈഡ് അല്ലെങ്കിൽ ടീം സൈഡ് എന്നുള്ള രീതിയിലൊന്നല്ല. എല്ലാ ഫുട്ബോൾ പ്രേമികളും സഹതാരങ്ങളും ഫുട്ബോൾ താരങ്ങളെല്ലാം ഒരു നടുക്കത്തിൽ തന്നെയാണ്. കാരണം അത്രയും മികച്ചൊരു പ്രതിഭയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു മത്സരത്തെക്കുറിച്ചൊക്കെ വിലയിരുത്താനുള്ളത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ഒരു മത്സരത്തെക്കുറിച്ചുള്ള PSG യും ബയേൺ മ്യൂണിക്കും തമ്മിലുള്ള പോരാട്ടത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണേ.